ഹലോ, ഈ വീഡിയോയിൽ എവിടെയും ഞാനില്ല കേട്ടോ. കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അമ്മുവാണ് കേട്ടോ. ഈ വീഡിയോൻ്റെ പിന്നിൽ ഫുൾ എഫേർട്ട് ഇട്ടത് അമ്മുവാണ്. ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഇസുവിൻ്റെ ചോറൂണൽ വ്ളോഗാണ് കേട്ടോ. ഇത് കുറച്ച് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഈ അടുത്താണ് ഞാൻ അമ്മുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് കേട്ടോ അവൾ എൻ്റെ ഫോണിലേക്ക് ഇതെല്ലാം കയറ്റി തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഇവർ പോയിട്ടുണ്ടായിരുന്നത് ട്രാവലറിനാണ് കേട്ടോ. രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ കൊയിലാണ്ടിക്ക് പോകുന്ന ആ ഒരു പാലാണ് കേട്ടോ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഇവർ വണ്ടിയിൽ പാട്ടൊക്കെ വെക്കുമല്ലോ, ആ കൂട്ടത്തിൽ ഡാൻസ് കളിക്കുന്ന ആളാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഇസക്കുട്ടി. പിന്നെ അങ്ങനത്തെ അവർ മുത്തപ്പൻകാവിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ടാണല്ലോ അവിടെ തൊഴാൻ കയറുക. അത് തന്നെയാണ് ഇവരും ഇതിൻ്റെ അകത്തുള്ളത്. അമ്മൂക്കതേ കാലൊക്കെ കഴുകുന്നുണ്ട്. അതിനുശേഷം കയറി തൊഴുതു. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. ഞങ്ങൾ പോയപ്പോൾ അവിലായിരുന്നു കേട്ടോ അന്ന് അവിടെ പ്രസാദം. നമ്മൾ ഉത്സവത്തിൻ്റെ സമയമാണല്ലോ പോയത്. പിന്നെ അതേ ഇസുവിന് കാലൊക്കെ കഴുകി നല്ല മുണ്ടൊക്കെ ഉടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇസുവിൻ്റെ മാമന്മാരാണ് കേട്ടോ. പിന്നെ ഇത് അച്ചാച്ച മുന്നിലുള്ളത്. അങ്ങനെ ദേ നമ്മളെ ഇസു ചോറ് തിന്നാൻ വേണ്ടി ദേ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദേ ഇസുവിനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇസുവിൻ്റെ അച്ഛൻ. അങ്ങനെ ഇസുവിനും മനസ്സമാധാനമായിട്ട് ചോറൊക്കെ തിന്നാം. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി അവിടുത്തെ അന്നദാനത്തിന് ക്യൂ നിൽക്കുന്നതാണ് കേട്ടോ. ഇത് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ ദേ പ്ലേറ്റൊക്കെ കിട്ടി. ചോറും സാമ്പാറും മോരൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ അന്നദാനം. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഞാൻ വലിയ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്ന വഴിക്ക് ഇതേ ഇവർ മന്തിയൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ ചോറൂണൽ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.